കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ് എന്നുള്ള കൺസെപ്റ്റാണ് പറഞ്ഞത് അല്ലേ. ബാങ്കിങ് ഓഫ് റോഡ് എന്താണെന്ന് പറഞ്ഞു. സിമിലർലി ഈ റോഡിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് റെയിൽവേ ട്രാക്ക് ആണെങ്കിലും വളവുകളിൽ എന്താ ചെയ്യുന്നത്, റെയിൽവേ ട്രാക്കും ഇതേപോലെ ഔട്ടർ രണ്ട് റെയിൽപാളത്തിൽ രണ്ട് ഇതുണ്ടാവുമല്ലോ, അതിൽ ഔട്ടർ റെയിൽ നമുക്ക് ഇന്നർ റെയിലിനേക്കാളും അല്പം ഒന്ന് പൊക്കിയിട്ട്, അത് വലിയ ഇതിലൊന്നും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചെറിയ ഒരു ഉയർത്തൽ ആ ഔട്ടർ റെയിൽ ചെറുതായിട്ടൊന്ന് ഉയർത്തിയിട്ടായിരിക്കും കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ദിസ് ഈസ് നോൺ ആസ് ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക്. അപ്പോൾ എന്താണ് ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത്? In the case of a curved railway track, the level of the outer rail is higher than that of the inner one. This is known as banking of railway track. അങ്ങനെ ഉയർത്തി നിർമ്മിച്ച ആ ഹൈറ്റിനെയാണ്, എത്രത്തോളം ഹൈറ്റ് പൊക്കി എന്നുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സൂപ്പർ എലവേഷൻ. സൂപ്പർ എലവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ദ ഹൈറ്റ് ഓഫ് ദി ഔട്ടർ റെയിൽ എബവ് ദ ഇന്നർ റെയിൽ ഇൻ ദ ബാങ്ക്ഡ് റെയിൽവേ ട്രാക്ക്. അതായത് ബാങ്ക്ഡ് റെയിൽവേ ട്രാക്ക്, അതായത് വളവ് ഉള്ള കേസിൽ റെയിൽവേ ട്രാക്കിൽ നമ്മൾ ഔട്ടർ റെയിൽ അല്പം ഉയർത്തിയിട്ടാണ് നിർമ്മിക്കുക. ആ ഹൈറ്റിനെയാണ് എന്ത് പറയുന്നത്? സൂപ്പർ എലവേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എസ് എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ സൂപ്പർ എലിവേഷൻ ഒരു എക്സ്പ്രഷൻ എഴുതണം. സൂപ്പർ എലിവേഷൻ എക്സ്പ്രഷൻ എഴുതാൻ എന്താണ്? ഇതാണ് നമ്മുടെ കേസ്. ഇപ്പോൾ നമ്മൾ ഉയർത്തിയിട്ടില്ലെങ്കിൽ, ഹൊറിസോണ്ടലാണെങ്കിൽ അതിങ്ങനെ വരിക. അപ്പോൾ ഉയർത്തി നിർമ്മിച്ച ബാങ്ക്ഡ് റെയിൽവേ ട്രാക്കാണ് ഇങ്ങനെ വരിക. ഇത്രയൊന്നും ഹൈറ്റ് ഉണ്ടാവില്ലേ, അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ്, ഈ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർ എലവേഷൻ എസ് എന്ന് പറയുന്നത്. ഇത് ഒരു റെയിൽപാളത്തിൻ്റെ ഒരു റെയിൽ, ഇത് ഇന്നർ റെയിൽ, ഇത് ഔട്ടർ റെയിൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റെയിലും തമ്മിലുള്ള സെപ്പറേഷൻ, അതായത് റെയിൽപാളത്തിൻ്റെ വിഡ്ത്ത് സ്മോൾ ഡി ആണെന്ന് അസ്യൂം ചെയ്യാം. പിന്നെ ഈ ആംഗിൾ എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആംഗിൾ ഓഫ് ബാങ്കിങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? സൈൻ തീറ്റ. എന്താണ് സൈൻ തീറ്റ? ഇതാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു എസ് ബൈ ഡി. ഇനി നമുക്കറിയാം, ഞാൻ പറഞ്ഞു റെയിൽവേ ട്രാക്കിൻ്റെ കേസിൽ നമ്മൾ റോഡിലുള്ള അത്ര പോലും ഉയർത്തൂല. ദാറ്റ് ഈസ് ദിസ് തീറ്റ ഈസ് വെരി സ്മോൾ. തീറ്റ ഇപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇത് കാണുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈ ഒരു വളരെ ചെറുതായിരിക്കും ഈ ആംഗിൾ ഉണ്ടാവുക. ഇത്രത്തോളം ഇത് സിംബോളിക്കലി ആയിട്ട് കാണിച്ചതാണ്. വളരെ ചെറുതായിരിക്കും ഈ ആംഗിൾ തീറ്റ ഉണ്ടാവുക. Therefore, if theta is very small, sin theta can approximately taken as tan theta. സൈൻ തീറ്റനെ നമുക്ക് ടാൻ തീറ്റയായിട്ട് അപ്രോക്സിമേറ്റ്ലി എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഇക്വേഷൻ എന്ത് മാറും? ഇക്വേഷൻ നമ്പർ 1 എന്നുള്ളത് എങ്ങനെയായിട്ട് മാറും? സൈൻ തീറ്റയ്ക്ക് പകരം ടാൻ തീറ്റ ഈക്വൽ ടു എസ് ബൈ ഡി എന്നുള്ള ഈ സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. ടാൻ തീറ്റ ഈക്വൽ ടു എന്താണ്? എസ് ബൈ ഡി. ഇനി നമുക്ക് ടാൻ തീറ്റയ്ക്ക് നമുക്ക് വേറൊരു എക്സ്പ്രഷൻ ഉണ്ട്. എന്താണ്? ആംഗിൾ ഓഫ് ബാങ്കിങ്ങിൻ്റെ എക്സ്പ്രഷൻ. ആംഗിൾ ഓഫ് ബാങ്കിങ് എന്താണ്? ആംഗിൾ ഓഫ് ബാങ്കിങ്ങിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി എന്നുള്ള ഇക്വേഷൻ. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1, ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 അല്ലേ. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ടാൻ തീറ്റ ഈക്വൽ ടു എസ് ബൈ ഡി എന്ന് കിട്ടി. നമുക്ക് ഫ്രം ദ ഇക്വേഷൻ ഓഫ് ആംഗിൾ ഓഫ് ബാങ്കിങ് ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു എസ് ബൈ ഡി, ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് രണ്ടും ടാൻ തീറ്റയ്ക്കുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമുക്കതിനെ
കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? എസ് ഈസ് ഈക്വൽ ടു എസ് ബൈ ഡി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി, ഓർ എസ് ഈക്വൽ ടു എന്താണ്, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡി ബൈ ആർ ജി എന്നാണ്. Therefore this is the expression for super elevation. S is equal to v square into d divided by r g. ഇവിടെ v എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി, ട്രെയിനിൻ്റെ വെലോസിറ്റി. അതായത് v വെലോസിറ്റിയിൽ പോകുന്ന ഒരു ട്രെയിനിന് ഇത് റെയിൽപാളങ്ങൾ തമ്മിലുള്ള വിഡ്ത്ത്, r എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ്, ആ കേർവ്ഡ് പാത്തിൻ്റെ റേഡിയസ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ ഫോർ സൂപ്പർ എലിവേഷൻ ഈസ് എന്താണ്? വി സ്ക്വയർ ഡി ബൈ ആർ ജി. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ സൂപ്പർ എലിവേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ആംഗിൾ ഓഫ് ബാങ്കിങ്ങിൻ്റെ ഡെറിവേഷനും സൂപ്പർ എലിവേഷൻ്റെ ഡെറിവേഷനും ഒന്ന് നന്നായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.